ഹലോ ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ അടുത്ത ആഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രവും ഫ്രണ്ട്സും ചായ കുടിക്കുകയാണ്. വേദയെ രക്ഷപ്പെടുത്തിയതിനെ കുറിച്ച് പറയുകയാണ്. ഇനിയിപ്പോൾ എന്താ പ്ലാൻ എന്ന് വിക്രത്തോട് ചോദിക്കുമ്പോൾ ആദ്യം കറണ്ട് ശരിയാക്കണം, പിന്നെ ജപ്തി ഒഴിവാക്കണം, ബാങ്കുകാരുടെ വരവ് അതെന്തായാലും നേരായ വഴിയിലൂടെ നടക്കില്ല എന്ന് പറയാണ്. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിനക്ക് കട്ട സപ്പോർട്ടുമായി ഞങ്ങളുണ്ട് എന്ന് പറയാണ്. നിങ്ങളുടെ സഹായം അതെനിക്ക് വേണം, അത് എങ്ങനെ വേണമെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞ് നേരെ വാസവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ അയാളുടെ മകളുടെ ബർത്ത്ഡേ നടക്കുകയായിരുന്നു. വിക്രം കയ്യിൽ ഒരു കർച്ചീഫ് ചുറ്റിയാണ് ചെല്ലുന്നത്. ഇത് കാണുന്ന വാസവൻ വിക്രമിനെ കണ്ട് ഒന്ന് ഞെട്ടാണ്. വിക്രം നേരെ ചെയറിൽ കയറി ഇരുന്നിട്ട്, വരണം സാറേ, ഇരിക്കണം എന്നങ്ങ് പറഞ്ഞ് കുറച്ചു നേരം സംസാരിക്കുകയാണ്. അതിനുശേഷം വീട്ടിലേക്ക് ചെല്ലുന്ന വിക്രം വേദയോട് എന്തോ ഒരു കാര്യം പറഞ്ഞ് കണ്ണൊക്കെ തുടയ്ക്കുന്നത് നമ്മുടെ കമല ഒളിഞ്ഞു നിന്ന് കാണുകയും ആ കാര്യവുമായി ബന്ധപ്പെട്ട് കമല ടേബിളിനടുത്തിരുന്ന് കരയുകയും ചെയ്യുകയാണ്. എന്തൊക്കെ ചെയ്തിട്ടും വരാനിരിക്കുന്ന ജപ്തിയുടെ കാര്യം മാത്രം തീരുമാനമായില്ല. അതിനുവേണ്ടി നമ്മുടെ വേദ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. കൂടെ ആ ഒട്ടിച്ച ജപ്തി നോട്ടീസിലേക്ക് നോക്കുന്നുണ്ട്. ദർശനെ വിളിക്കുന്നു. വേദ, ഒരു വഴിയുണ്ട്, ശങ്കരനങ്കിൾ, അദ്ദേഹത്തെ ഞാൻ ചെന്ന് കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് വേദയുടെ അച്ഛന്റെ അടുത്തേക്ക് ദർശൻ പോകുന്നു. പക്ഷേങ്കില് വേദയുടെ അച്ഛനും സഹായിക്കാൻ തയ്യാറാകുന്നില്ല. അതിനുശേഷം വിക്രമിന്റെ അച്ഛന്റെ കാര്യമായിരുന്നു കഷ്ടം. അദ്ദേഹം പുറത്തുപോയി തിരിച്ചു വന്നപ്പോഴേക്കും ആരൊക്കെയോ അദ്ദേഹത്തെ കളിയാക്കി എന്ന് പറഞ്ഞ് കമലയോട് പറയുന്നുണ്ട്. കടം വാങ്ങി കുളം തോണ്ടിയ മാഷ് എങ്ങനെ ഒരു മാതൃകാധ്യാപകനായി എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുകയാണ്, സങ്കടം സഹിക്കാൻ കഴിയാതെ. ഇത് കണ്ട് വേദയും മറ്റുള്ളവരും സഹതാപത്തോടെ നോക്കുകയാണ് കേട്ടോ മാഷെ. പിന്നീട് കാണിക്കുന്നത് വീട് പൊളിക്കാനായി JCBയുമായി ബാങ്കുകാർ വരുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാരും സ്തംഭിച്ചു നിന്ന് പോവാണ്. അങ്ങനെ JCB മുറ്റത്തേക്ക് വരും മുൻപേ വേദ ശ്രീജയുടെയും നന്ദിനിയുടെയും കൈപിടിച്ച് JCBക്ക് മുന്നിലേക്ക് ചെല്ലാണ്. എന്തു വന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് മാറില്ല എന്ന് പറഞ്ഞ്. ഇതൊക്കെയാണ് അടുത്ത ആഴ്ച വരാൻ വേണ്ടി പോകുന്ന ഭാഗങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ.